എല്ലാവർക്കും നമസ്കാരം. ഫ്രണ്ടും ബാക്കും നേരത്തെ കട്ട് ചെയ്ത വീഡിയോ ഇട്ടിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഷോൾഡർ കുറയ്ക്കുന്നതാണ് പഠിച്ചത്. ഇനി വേറൊരു മെത്തേഡിൽ ഷോൾഡർ നമുക്ക് കുറയ്ക്കാം. മെത്തേഡ് ഇത് തന്നെ, അതിൻ്റെ രീതി വ്യത്യാസം മാത്രം. ഫുൾ ഷോൾഡർ വെച്ചിട്ട് ഷോൾഡറിനെ കുറയ്ക്കുക. അതാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആം ഹോളിലുള്ള ചുളിവുകൾ കംപ്ലീറ്റ് പോകും. കഴുത്ത് മാർക്ക് ചെയ്യേണ്ടത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ 1 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തതുകൊണ്ടാണ് ആ ഷോൾഡർ അങ്ങനെ വയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നത്. നമുക്ക് വി ഷേപ്പ് ഇല്ലാതെ ഷോൾഡർ തയ്ച്ച് കഴിഞ്ഞാൽ ആം ഹോൾ കിട്ടണം. അതിനാണ് ആ ഷേപ്പ് കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ കട്ട് ചെയ്തത്. ഇനി ചെയ്യാനുള്ളത് ബാൻഡിൻ്റെ അളവ് എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. ബാക്കിനേക്കാളും 1.5 മുതൽ 2 ഇഞ്ച് വരെയാണ് ബാൻഡിൻ്റെ സെൻട്രലിലത്തെ വീതി വരേണ്ടത്. അതായത് ഇത് 15 ഇഞ്ച് ബാക്ക് ലെങ്ത് ഉള്ളതുകൊണ്ട് നമുക്ക് 16.5 ഇഞ്ച് കിട്ടണം. അപ്പോൾ 16.5 ഇഞ്ച് നമ്മൾ ഷോൾഡറിൽ വയ്ക്കുക. അവിടെ നിന്ന് ടക്കിലേക്ക് മാർക്ക് ചെയ്യുക, സെൻറ്റർ ടക്കിലേക്ക്. സെൻറ്റർ ടക്കിൽ നിന്ന് ടേപ്പിനെ എൻഡിലേക്ക് പിടിക്കുക, സെൻറ്റർ ടക്കിൻ്റെ എൻഡിലേക്ക് പിടിക്കുക. എന്നിട്ട് കിട്ടുന്ന ബാലൻസ് എത്രയാണോ അതാണ് നമ്മുടെ ബാൻഡിൻ്റെ സെൻറ്ററിലെ അളവ്. സെൻറ്റർ അളവിനേക്കാളും 3/4 ഇഞ്ച് ഫ്രണ്ട് കൂട്ടി കൊടുക്കണം. അതുപോലെ സൈഡും നമുക്ക് 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വരെ കൂട്ടി കൊടുക്കാം. പിന്നെ ചില ബോഡി ഷേപ്പിനനുസരിച്ച് സൈഡ് ടക്ക് നമുക്ക് വലിപ്പം കൂട്ടേണ്ടി വരും. കപ്പ് സൈസ് കൂടുതലുള്ളവർക്കാണ് അത് അങ്ങനെ വേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാൻഡ് സെൻറ്ററിൻ്റെ അതേ സെയിം അളവിൽ വരും, അല്ലെങ്കിൽ അതിനേക്കാൾ 1/2 ഇഞ്ച് കുറച്ച് കൊടുക്കേണ്ടി വരും. ചില ബ്ലൗസിന് നമുക്ക് സൈഡ് ടക്ക് 1 ഇഞ്ച് വരെ കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് ബാൻഡിൻ്റെ സൈഡ് വീതി കുറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോർമൽ രീതിയിൽ ടക്ക് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് നമുക്ക് സെൻറ്ററിൽ കിട്ടിയത്. അപ്പോൾ 3.25 ഇഞ്ചിൽ ഫ്രണ്ട് സൈഡ് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് 1/2 ഇഞ്ച് ഷേപ്പ് കൊടുക്കണം താഴെ ഭാഗത്ത്. അവിടെ നിന്ന് അരവണ്ണം നമുക്ക് 30 ഈ ബ്ലൗസിൻ്റെ. അപ്പോൾ 4-1 വയ്ക്കുമ്പോൾ 7.5 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് വയ്ക്കണം. എന്നിട്ട് സൈഡിൽ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുക. ഈ കട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ സ്കെയിൽ എങ്ങനെയാണോ വയ്ക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ 3.25 നമുക്ക് ഫ്രണ്ട് സൈഡ് കിട്ടി. ടക്കിൻ്റെ അളവ് ഇതിൽ നമുക്ക് 3 ഇഞ്ച് വയ്ക്കണം. അതായത് ടക്കിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ടക്ക് പോയിൻറ്റിലേക്ക് വരുന്ന ആ നീളം, അതാണ് നമ്മൾ സെൻറ്ററായിട്ട് കണക്ക് കൂട്ടുന്നത്.
അവിടെയാണ് നമുക്ക് 3 ഇഞ്ച് വയ്ക്കേണ്ടത്. പിന്നെ ഈ കട്ടിങ്ങിൻ്റെ പ്രത്യേകത, എവിടെയും മാർജിനില്ല, സീം അലവൻസ് എവിടെയും കൊടുക്കുന്നില്ല. അത് ഈ ഫ്രണ്ട് പട്ടയ്ക്കായാലും ശരി, ഫ്രണ്ടിനായാലും ശരി, ഷോൾഡറിനായാലും ശരി, ആം ഹോളിനായാലും ശരി, എവിടെയും കൊടുക്കുന്നില്ല. ഇത് ഈ പറഞ്ഞതുപോലെ കപ്പ് സൈസ് വലുതുമായതുകൊണ്ട് ടെക്ക് വലിപ്പം കൂടും. 1/2 ഇഞ്ച് ഷേപ്പിൽ ഫ്രണ്ട് മാർക്ക് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഷേപ്പ് താഴേക്ക് കൊടുത്തു. സൈഡിലേക്ക് നമ്മൾ വീതി കുറവാണിത് കൊടുക്കുന്നത്, സെൻട്രലത്തെ അളവാണ് വരുന്നത്. അപ്പോൾ സൈഡ് മനസ്സിലാകാൻ വേണ്ടി അവിടെ ഒരു കട്ട് മാർക്ക് ഇട്ട് നിർത്തിയിട്ടുണ്ട്. അത് ഫ്രണ്ട് സൈഡ്, അത് ബാക്ക് സൈഡ്. ബ്ലൗസിൻ്റെ ഈ കട്ടിങ്ങിൽ എവിടെയും നമ്മൾ സീം അലവൻസ് ഇടുന്നില്ല. അത് പ്രത്യേക ഓർമ്മയിൽ വേണം. എല്ലായിടത്തും സീം അലവൻസ് സെപ്പറേറ്റ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. ഈ പേപ്പർ കട്ടിങ് വെച്ചിട്ട് 4 വശം വരച്ചാൽ മതി. അതിന് ശേഷം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീം അലവൻസ് ഇട്ടിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി സ്ലീവാണ്. സ്ലീവിൻ്റെ സെൻറ്റർ മടക്കി ഇതിൻ്റെ ഈ സ്ലീവിനൊരു ജോയിൻ്റ് വരും. അപ്പോൾ ആ ജോയിൻ്റ് എങ്ങനെ കൊടുക്കുന്നതെന്നും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. ഫ്രണ്ട് സൈഡ് ജോയിൻ്റ് ഇല്ലാതെയാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. ബാക്ക് സൈഡിൽ ചെറിയൊരു ജോയിൻ്റ് വരും. സ്ലീവിനും ഈ പറഞ്ഞതുപോലെ സീം അലവൻസ് എവിടെ ഇടുന്നില്ല. മുകൾ വശം ചെരിവില്ലാതിരിക്കാൻ വേണ്ടി സ്ട്രെയിറ്റ് മാർക്ക് ചെയ്തു. പിന്നെ നമ്മുടെ ബൈസെപ്സിൻ്റെ അളവ് വെച്ചു. അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തു. ലെങ്ത്തിലും 90 ഡിഗ്രിയിൽ നമ്മൾ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തു. ഇനി അവിടുത്തെ ഹാഫ് അളവ് വയ്ക്കണം. ഇവിടെ ബൈസെപ്സിൻ്റെ അളവ് നമ്മൾ വെച്ചിട്ടുണ്ട്. പത്തൊൻപത് ഇഞ്ചാണ് നമ്മുടെ ആം ഹോൾ ഉള്ളത്. അപ്പോൾ 1/2 ഇഞ്ച് കുറച്ച് സ്ട്രെയിറ്റ് നമ്മൾ മാർക്ക് ചെയ്തു. ആ മാർക്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. അതുപോലെ ബൈസെപ്സിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. ഇനി 1 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് വയ്ക്കുക. ബൈസെപ്സിൻ്റെ സെൻറ്ററിൻ്റെ പകുതിയിൽ അടുത്ത മാർക്ക് ചെയ്യാം. അത് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യുമ്പോൾ അളവ് വയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സൈഡ് മാർക്ക് ചെയ്തു. എൻഡ് ലൂസൊന്ന് ബൈസെപ്സിൻ്റെ ലൂസിലേക്ക് മാർക്ക് ചെയ്തു. ഇനി ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ആ ഷേപ്പ്
സെൻറ്റർ മാർക്ക് ചെയ്ത ആ മാർക്കിലേക്ക് കൊടുക്കുക. ഇത് നമ്മൾ ഫ്രണ്ടാണ് ഇത് വരയ്ക്കുന്നത്. ഇനി അതിൻ്റെ തിരിച്ച് സ്കെയിൽ വെച്ചിട്ട് ആം ഹോള് ബൈസെപ്സിൻ്റെ എൻഡിലേക്ക് മാർക്ക് ചെയ്യുക. നമുക്ക് ഫ്രണ്ടിൻ്റെ അളവ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതാണ് ഫ്രണ്ട്. ഇനി ബാക്ക് മാർക്ക് ചെയ്യാൻ സെൻറ്ററിൽ നിന്ന് ബൈസെപ്സിൻ്റെ അളവ് വെച്ച ആ ഭാഗത്തേക്ക് ക്രോസിൽ മാർക്ക് ചെയ്യുക. അവിടെ 1/2 ഇഞ്ച് കൂട്ടിയിടുക. ഇനി ആ 1/2 ഇഞ്ചിലേക്ക് വേണം നമ്മുടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഷേപ്പ് കൊടുക്കാൻ. നമ്മൾ രണ്ടാമത്തെ വര വരച്ചതെന്നാണ് അതിലേക്ക് ഷേപ്പ് കൊടുക്കുന്നത്. ഇനി സ്കെയിലിനെ തിരിച്ച് വെച്ച് മാർക്ക് ചെയ്യുക. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അവിടെ കട്ട് മാർക്ക് കൊടുത്ത് അടയാളപ്പെടുത്തണം. അടിയിൽ ജോയിൻ്റ് ഉണ്ട്. അത് തുണിയുമ്പോൾ എങ്ങനെയാണ് ആ ജോയിൻ്റ് കൊടുക്കേണ്ടതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഈ പേപ്പറിൽ ജോയിൻ്റ് ഇട്ടിട്ടുള്ളത്. 1 ഇഞ്ച് ഒരു പീസ് മുകളിലേക്ക് കയറ്റി പിൻ ചെയ്ത് വയ്ക്കുക. ഒരു ഇഞ്ച് വയ്ക്കുക. ഇനി ഫ്രണ്ടും ബാക്കും ഒപ്പം വെച്ചിട്ട് ഷേപ്പ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ജോയിൻ്റ് 1/2 ഇഞ്ച് തുമ്പിട്ടിട്ട് ജോയിൻ്റ് തയ്ച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അളവ് കിട്ടും. ജോയിൻ്റ് കൊടുക്കേണ്ടത് അങ്ങനെയാണ്. ഇനി സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് കൈക്കുഴി ഷേപ്പ് കുഴിച്ചു വെട്ടുക. അവിടെ കട്ട് മാർക്ക് ഇട്ട് ഫ്രണ്ടും ബാക്കും തിരിച്ചറിയാൻ വേണ്ടി അടയാളം ഇട്ട് വയ്ക്കുക. നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.